BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മൂന്നാമത് GCC ഇന്റേണൽ ഡിസീസ് സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായി. എഡ്യൂക്കേഷൻ പ്രസിഡന്റ് സഹകരണത്തോടെ അറേബ്യൻ ഗൾഫ് യൂണിവേഴ്സിറ്റി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രമുഖ ബിഷഗ്വരന്മാരും മെഡിക്കൽ മേഖലയിലുള്ള പ്രമുഖരും പങ്കെടുക്കും. ഇത്തരമൊരു സമ്മേളനത്തിന് ആതിഥ്യമരുളാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറേബ്യൻ ഗൾഫ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് ബിൻ സുവദ് അൽ ഫുഹാദ് പങ്കുവച്ചു. ആരോഗ്യകാര്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിലാണ് സമ്മേളനം. 35 പഠനങ്ങളാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുക. അമേരിക്ക, സൗദി എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 വിദഗ്ധരാണ് സമ്മേളനത്തിൽ മുഖ്യ വിഷയാവതരകർ. ഇന്റേണൽ രോഗങ്ങളും അത് കണ്ടുപിടിക്കുന്ന രീതിയും ശരിയായ ചികിത്സയും പരിചയപ്പെടുത്തുകയും ചികിത്സാ മേഖലയിൽ രൂപപ്പെട്ടുവന്ന പുതിയ പ്രവണതകൾ വിലയിരുത്തുകയും ചെയ്യും. സീവേജ് വാട്ടർ പൈപ്പ് ലൈൻ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ സനാബിസിലേക്കുള്ള ഷെയ്ഖ് ഖലീഫ റോഡ് അടച്ചിടുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലാണ് റോഡ് പൂർണ്ണമായും അടച്ചിടുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തര റോഡുകളിലേക്കുള്ള ഗതാഗതവും തിരിച്ചുവിടും. ബഹ്റൈനിലെ ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതികളെക്കുറിച്ച് ഹോങ്കോങ് പോലീസ് സംഘം ചോദിച്ചറിയുകയും മികവ് പുലർത്തുന്നതായി അഭിപ്രായപ്പെടുകയും ചെയ്തു. രാജ്യത്തെ റോഡ് ഗതാഗതവും ട്രാഫിക് സുരക്ഷയും ഏറെ മികവുറ്റതാണെന്ന് സംഘം വ്യക്തമാക്കി. വിവിധ റോഡുകളിൽ വാഹന നീക്കം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും റോഡുകളിൽ ട്രാഫിക് സുരക്ഷ സാധ്യമാക്കുന്നതിന് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും സംഘത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ട്രാഫിക് സുരക്ഷയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പദ്ധതികൾ റോഡ് അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുന്നതായും സംഘം അഭിപ്രായപ്പെട്ടു. ഹോട്ടൽ മുറിയെടുക്കുന്നവരിൽ നിന്ന് 3 ദിനാർ ഒക്യുപ്പൻസി സർവീസ് ഫീ ഈടാക്കുന്നത് 6 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന അടിയന്തര നിർദ്ദേശം ഭൂരിപക്ഷം എംപിമാരും തള്ളി. വിനോദസഞ്ചാരികളെയും ബഹ്റൈനുകളെയും താമസക്കാരെയും വേനൽക്കാലത്ത് ഹോട്ടലുകളിൽ ബുക്ക് ചെയ്യുന്നതിൽ നിന്ന് വർദ്ധിപ്പിച്ച ഫീസ് പിന്തിരിപ്പിക്കുമെന്ന് ചില എംപിമാർ പറഞ്ഞു. എന്നാൽ ആഡംബരത്തിന് പണം നൽകാൻ ആളുകൾക്ക് കഴിയുമെങ്കിൽ ഒക്യുപ്പൻസി സർവീസ് ഫീ നൽകുന്നതിൽ പ്രശ്നമുണ്ടാകില്ലെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. മെയ് 1 മുതലാണ് പുതിയ ഫീസ് നിലവിൽ വന്നത്. ഫെബ്രുവരിയിൽ ഔദ്യോഗിക ഗസറ്റിൽ ടൂറിസം മന്ത്രി ഫാത്തിമ അൽ സൈറാഫിയാണ് ഫീസ് പ്രഖ്യാപിച്ചത്. ഹോട്ടൽ താമസത്തിന് പ്രതിദിനമാണ് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2023-24 ദേശീയ ബജറ്റിൽ പൗരന്മാർക്ക് പുതിയ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനാവശ്യമായ തുക കണ്ടെത്താനാണ് പുതിയ ഫീസ്. എയർപോർട്ട് ഫീസ് വർധനയും ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയിരുന്നു. ബഹ്റൈൻ പ്രതിഭയുടെ 40ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രതിഭ മുഹറക് മേഖലയ്ക്ക് കീഴിലെ ഉമ്മുൽ ഹസം യൂണിറ്റ് മുഹറക് സയാനി ഹാളിൽ നടത്തിയ സ്നേഹനിലാവ് കുടുംബസംഗമം ശ്രദ്ധേയമായി. പ്രതിഭ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് സ്വാഗത സംഘം കൺവീനർ സജീവൻ മാക്കണ്ടി, യൂണിറ്റ് സെക്രട്ടറി ബിജു KP, യൂണിറ്റ് പ്രസിഡന്റ് ദുർഗ കാശിനാഥൻ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഭ രക്ഷാധികാരി കമ്മിറ്റി അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, മുഹറക് മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പുരുഷന്മാർ അവതരിപ്പിച്ച ഒപ്പന, യൂണിറ്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് എന്നിങ്ങനെ കലാപരിപാടികളും പ്രതിഭാ സ്വർലയുടെ ഗാനമേളയും സഹൃദയ പയ്യന്നൂരിന്റെ നാടൻ പാട്ടുകളും സംഗമത്തിന് മാറ്റേകി. 250-ലധികം അംഗങ്ങൾ പരസ്പരം പരിചയപ്പെടാനും സൗഹൃദം പുതുക്കാനുമായ സ്നേഹനിലാവ് വേറിട്ട അനുഭവമായി. യൂണിറ്റ് എക്സി അംഗം ബിജു VN മാർബിൾ തീർത്ത പ്രതിഭ 40ാം വാർഷികത്തിന്റെ എംബ്ലം യൂണിറ്റ് സെക്രട്ടറി ബിജു KP രക്ഷാധികാരിക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. പരിപാടികൾ അവതരിപ്പിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രതിഭ സ്വർലയുടെയും സഹൃദയ പയ്യന്നൂർ എന്നിവയിലെ ഗായകന്മാർക്കും യൂണിറ്റിന്റെ ഉപഹാരങ്ങൾ നൽകി. വംശീയ അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ പിടിയിലായിരുന്ന സ്വദേശി പൗരനെ 3 മാസം തടവിന് 3ാമത് ലോവർ ക്രിമിനൽ കോടതി വിധിച്ചു. 100 ദിനാർ പിഴയടയ്ക്കാനും വംശീയ പരാമർശം പ്രചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയ സമൂഹ മാധ്യമ അക്കൗണ്ടുള്ള പ്രതിയുടെ ഫോൺ കണ്ടുകെട്ടാനും കോടതി വിധിയുണ്ട്. സമാധാനപൂർണ്ണമായ സാമൂഹിക അന്തരീക്ഷത്തിന് ഭംഗമേൽപ്പിക്കുന്ന വിധത്തിലുള്ള പരാമർശമാണ് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളതെന്ന് കണ്ടെത്തിയിരുന്നു. ആയിരക്കണക്കിന് പേരാണ് പ്രതിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ നടത്തിയ പ്രതീക്ഷിത സമരത്തിൽ രാജ്യത്താകെ വിമാന സർവീസുകൾ മുടങ്ങിയതോടെ ബുദ്ധിമുട്ടിലായവരിൽ ബഹ്റൈനിൽ നിന്നുള്ള യാത്രക്കാരും. ഇന്നലെ ഉച്ചയ്ക്ക് 1:20 ബഹ്റൈനിൽ നിന്ന് പുറപ്പെടേണ്ട കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമടക്കം റദ്ദാക്കിയതിൽ പെടുന്നു. ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് റീഫണ്ട് ചെയ്യാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സർവീസ് ലഭ്യമായ മറ്റൊരു തീയതിയിലേക്ക് ബുക്കിംഗ് മാറ്റാവുന്നതാണെന്നും അറിയിപ്പിൽ പറയുന്നു. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:40 എത്തേണ്ട വിമാനവും റദ്ദാക്കിയിരുന്നു. ഇത് മുടങ്ങിയത് നിരവധി യാത്രക്കാർ
ജീവനക്കാരെ പ്രയാസത്തിലാക്കി. അത്യാവശ്യമായി ജോലിയിൽ പ്രവേശിക്കേണ്ടവരടക്കം ഈ വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ഇന്നലെ പുറപ്പെടേണ്ട ഡൽഹി എക്സ്പ്രസ് വിമാനം ഇന്ന് പുലർച്ചെ 6-നാണ് ബഹ്റൈനിൽ നിന്ന് പുറപ്പെട്ടത്. യാത്ര മുടങ്ങിയതോടെ പലയിടത്തും കനത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ജീവനക്കാർ കൂട്ടത്തോടെ അസുഖ അവധിയെടുക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ 79 സർവീസ് മുടങ്ങിയതാണ് റിപ്പോർട്ട്. അലവൻസ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജീവനക്കാരുടെ സമരമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 300ഓളം സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങൾ സർവീസുകൾക്ക് തൊട്ടു മുൻപായി അസുഖ അവധിയെടുത്ത് സമരം ചെയ്യുകയായിരുന്നു. ശിവകാശിക്ക് സമീപം സ്വകാര്യ പടക്ക നിർമ്മാണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 തൊഴിലാളികൾ മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണ്. വിരുദുനഗർ ജില്ലയിലെ ശിവകാശി ചെങ്കമലപ്പട്ടിയിലെ ശരവണൻ ഉടമസ്ഥതയിലുള്ള ശ്രീ സുദർശൻ ഫയർവർക്സ് പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:15-നാണ് പൊട്ടിത്തെറിയുണ്ടായത്. ലൈസൻസോടെ പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ 50 മുറികളിലായി 200ഓളം തൊഴിലാളികളാണ് ജോലി ചെയ്തിരുന്നത്. 7 മുറികൾ നിലംപരിശായി. ഫാൻസി ഇനത്തിൽപ്പെട്ട പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനിടെയാണ് തീപിടിച്ചതെന്നും കരുതുന്നു. 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് തീ അണച്ചു. പരിക്കേറ്റവരെ ശിവകാശി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മൊത്തം വിജയം കുറഞ്ഞതിനൊപ്പം 14 ജില്ലകളിലും വിജയശതമാനത്തിൽ ഇടിവ്. എന്നാൽ ഫുൾ A+ നേടിയവരുടെ എണ്ണം വർദ്ധിച്ചു. വിജയത്തിൽ എറണാകുളം ജില്ലയാണ് ഇത്തവണയും മുന്നിൽ. 841.12%. ഇടുക്കിയാണ് രണ്ടാം സ്ഥാനത്ത് 83.44%. കൂടുതൽ പേർ പരീക്ഷ എഴുതിയ മലപ്പുറത്ത് 79.63% വിജയം. വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമെന്ന് ഉന്നതതല യോഗത്തിൽ വിലയിരുത്തൽ. പ്രാദേശികമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ബലം കണ്ട സാഹചര്യത്തിൽ സംസ്ഥാനതല ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. അതേസമയം പീക്ക് സമയത്ത് ലോഡ് കൂടുതലിടങ്ങളിലെ പ്രാദേശിക നിയന്ത്രണങ്ങൾ തുടരും. വൻകിട വൈദ്യുതി ഉപഭോക്താക്കൾ, ജല അതോറിറ്റി, ചെറുകിട ജലസേചനം, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ 117 മെഗാവാട്ടിന്റെ കുറവുണ്ട്. വേനൽ മഴ കിട്ടിയതിന്റെ പ്രതിഫലനം വൈദ്യുതി ഉപയോഗത്തിലുമുണ്ട്. ട്രാൻസ്ഫോമർ ഓയിൽ, വൈദ്യുതി മീറ്റർ എന്നിവയുടെ മറ്റ് സാധന സാമഗ്രികളുടെയും ലഭ്യത വിലയിരുത്തി. ട്രാൻസ്ഫോമറുകൾ തകരാറായതിന്റെ കണക്കുകളും പരിശോധിച്ചു. സർക്കാർ നിയന്ത്രണത്തിലുള്ള കെൽ കമ്പനിക്കാണ് വിതരണ ഓർഡർ നൽകിയത്. ട്രാൻസ്ഫോമർ ലഭ്യമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഇവ ലഭ്യമാക്കിയിട്ടുണ്ട്. കേടായ മീറ്ററുകൾ മാറ്റാൻ നടപടി തുടങ്ങി. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ബുധനാഴ്ച ചേർന്നു. ഇതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ചത്തെ യോഗം. പ്രസരണ വിതരണ മേഖലയിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നിലവിലെ സ്ഥിതി വിശദീകരിച്ചു. വിവിധ ജില്ലകളിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ് പ്രശ്നങ്ങളും തുടർച്ചയായ വൈദ്യുതി മുടക്കവും ആവർത്തിക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉന്നതതല യോഗം നിർദ്ദേശം നൽകി. വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി തകരാറും ഉണ്ടായ മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര അറ്റകുറ്റപ്പണി നടത്തും. പ്രസരണ മേഖല ശക്തിപ്പെടുത്തുന്നതിന് നിർമ്മാണം പുരോഗമിക്കുന്ന സബ്സ്റ്റേഷനുകൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി. കേടായ ട്രാൻസ്ഫോമറുകൾ നന്നാക്കുന്ന കേന്ദ്രങ്ങളിൽ കൂടുതൽ ഷിഫ്റ്റുകൾ ഏർപ്പെടുത്തും. കൺട്രോൾ റൂം സംവിധാനം ജില്ലകളിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പീക്ക് സമയത്ത് പരിശോധന നടത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴയിൽ ദൃശ്യം പകർന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ MV മുകേഷിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. രാവിലെ 2 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മാതൃഭൂമിക്ക് വേണ്ടി MV ശ്രേയാംസ് കുമാർ, PV ചന്ദ്രൻ, PV നിതീഷ് എന്നിവരും കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 10ഓടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അനുശോചന യോഗത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത് അധ്യക്ഷത വഹിച്ചു. പരപ്പനങ്ങാടി നഗരസഭ ഉപാധ്യക്ഷ K ഷഹർബാനു, സ്ഥിരം സമിതി ചെയർമാൻമാരായ PP ഷാഹുൽ ഹമീദ്, PV മുസ്തഫ, കൗൺസിലർമാരായ T കാർത്തികേയൻ, P ജയദേവൻ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് N മുഹമ്മദ് ഹനീഫ, കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി N കിരൺ ബാബു, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ രാജീവ് ദേവരാജ്, മാതൃഭൂമി മലപ്പുറം ബ്യൂറോ ചീഫ് CP ബിജു, മാധ്യമ പരപ്പനങ്ങാടി ലേഖകൻ ഹംസ കടവത്ത്, ഗിരീഷ് തോട്ടത്തിൽ, വരുൺ, അമർനാഥ്, ഇക്ബാൽ പാലത്തിങ്കൽ, സുചിത്രൻ അറൂറ എന്നിവർ സംസാരിച്ചു. CV രാജേഷ് സ്വാഗതവും സോലെ നന്ദിയും പറഞ്ഞു. ട്രാക്കിൽ അറ്റകുറ്റപ്പണിയെ തുടർന്ന് 5 ട്രെയിനുകളുടെ സമയത്തിലും റൂട്ടിലും മാറ്റമുണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചു. മെയ് 9, 11 തീയതികളിൽ 9:45 പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16127 ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ എന്നിവിടങ്ങളിലെ ജോലി കാരണം കോട്ടയം വഴി തിരിച്ചുവിടും.
കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ അധിക സ്റ്റോപ്പുകളും അനുവദിക്കും. ട്രെയിൻ നമ്പർ 16-128 ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് മെയ് 9-ന് 23:15 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ എന്നിവിടങ്ങളിലെ ജോലി കാരണം കോട്ടയം വഴിയും തിരിച്ചുവിടും. കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ അധിക സ്റ്റോപ്പുകളും അനുവദിക്കും. മെയ് 16, 18, 23 തീയതികളിൽ കൊച്ചുവേളിയിൽ നിന്ന് 21:25 പുറപ്പെടുന്ന കൊച്ചുവേളി മംഗളൂരു ജെയിൻ അന്ത്യോദയ എക്സ്പ്രസ് ആലപ്പുഴയിലും എറണാകുളം ജംഗ്ഷനിലും സ്റ്റോപ്പുകൾ ഒഴിവാക്കി കോട്ടയം വഴി തിരിച്ചുവിടും. കോട്ടയം, എറണാകുളം ടൗൺ എന്നിവിടങ്ങളിൽ അധിക സ്റ്റോപ്പേജും അനുവദിക്കും. ട്രെയിൻ നമ്പർ 16-605 മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് മെയ് 14, 15, 16, 17, 18, 19 തീയതികളിൽ 7:20 മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെടും. ട്രെയിൻ കൊല്ലത്തിനും തിരുവനന്തപുരം സെൻട്രലിനും ഇടയിൽ ഭാഗികമായി റദ്ദാക്കും. മെയ് 15, 16, 17, 18, 19, 20 തീയതികളിൽ 3:35 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രലിനും കൊല്ലത്തിനും ഇടയിൽ ഭാഗികമായി റദ്ദാക്കും. ട്രെയിൻ കൊല്ലത്ത് നിന്ന് 4:38 സർവീസ് ആരംഭിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യത. വ്യാപക മഴ ലഭിച്ചെങ്കിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയും പലയിടങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മെയ് 13 തിങ്കളാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും അതിനൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനുമാണ് സാധ്യത. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച വയനാട്ടിലുമാണ് യെല്ലോ അലർട്ട്. ഇന്നലെ മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.